പുന്നാരവോ സ്കൂൾ വിട്ട് വന്നല്ലോ. പരീക്ഷ പേപ്പർ കിട്ടിയ മട്ടുണ്ടല്ലോ മോനെ. അത് വാപ്പാക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ ഞമ്മക്ക് മനസ്സിലാവും മോനെ. നമ്മൾ അത്രക്ക് മണ്ടനാന്ന് ഈ കരുതണ്ട, ഈയും കരുതണ്ട, എന്റെ ഉമ്മയും കരുതണ്ട. അതെന്തിനാണ് ഇന്ന് ഒരു കാരണം ഇല്ലാണ്ട് നിങ്ങൾ ഞമ്മളെ പറയണേ? അന്നെ നമ്മളൊന്നും പറഞ്ഞില്ല സൂറാവിയെ. അനക്ക് കണക്കിന് എത്ര മാർക്കുണ്ട്? കണക്കില് അല്ല, അതവിടെ നിക്കട്ടെ. ഞമ്മക്ക് ആൻസർ പേപ്പർ കിട്ടിയെന്ന് വാപ്പാക്ക് എങ്ങനെ മനസ്സിലായി? ഈ ഇങ്ങോട്ട് കേറി വന്നപ്പോ എന്റെ ബാഗിന്റെ അകത്തുനിന്ന് മുട്ടേന്റെ മണം കിട്ടി. പരീക്ഷക്ക് എനക്ക് എപ്പോഴും അതാണല്ലോ കിട്ടാറുള്ളത്. അയ്യടാ, ഒരു കണ്ടുപിടുത്തക്കാരൻ. എന്നാ കേട്ടോ, ഇക്കുറി ഞമ്മക്ക് ഒറ്റ വിഷയത്തിലും മുട്ട കിട്ടിയിട്ടില്ല. സത്യാണ്. അല്ലാ, ഈ നന്നായി പോയോ സുക്കൂറെ? ഞമ്മള് വിചാരിച്ച ഈ എന്റെ ഉമ്മാനെ പോലെ മൊയന്തായി പോയിന്ന്. അതിനെന്തിനാണ് നിങ്ങൾ ഞമ്മള് പറയണേ? ഇത് നല്ല കോളായി പോയല്ലോ. അന്നെ ഞമ്മളൊന്നും പറഞ്ഞില്ല സൂറാവി. മോനെ സുക്കൂറെ, കണക്കിന് എത്ര മാർക്കുണ്ട്? കണക്കിന് ഈ എന്താണ്ടാ ലോട്ടറി കച്ചവടം നടത്താണ് പറഞ്ഞെന്നെ പറയുന്നല്ലോ. കണക്കിന് എത്ര മാർക്കുണ്ടോ സൈത്താനെ? കണക്കിന് 45 മാർക്കുണ്ട് വാപ്പാ. എടി സൂറാവി, അപ്പൊ ഈ ഞമ്മളെ ചതിക്കേനുല്ലേ? എടി അന്നെ ഞമ്മളൊന്ന് വെച്ചേക്കൂല. നമ്മളെ തല്ലി കൊല്ലുന്നു. അല്ല മനുഷ്യ, കണക്കിന് 45 മാർക്ക് കിട്ടിയതിന് ഞമ്മൾ എന്ത് പേച്ച്? എന്ത് പേച്ചതോ? മുണ്ടിപ്പോകരുത്, ഒന്ന് കളയും ഞമ്മള്. എടി സത്യം പറഞ്ഞോ, ആരാണ്ടി ഓന്റെ വാപ്പാ? എന്ത് ചോദ്യാണ് ഗഫൂർക്ക? നിങ്ങള് തന്നെയല്ലോ ഓന്റെ ബാപ്പ? ഇല്ല, നമ്മൾ വിശ്വസിക്കൂല. ഇന്റെ മോനായിരുന്നെങ്കില് ഓൻ എങ്ങനാണ്ട് ഈ കണക്കിന് ഇത്രയും മാർക്ക് കിട്ടിയത്? വഞ്ചകി, അന്നെ നമ്മളൊന്ന് കൊല്ലും. ആരാണ്ടി ഓന്റെ വാപ്പ?